ഇസ്രയേൽ ആക്രമണത്തിനിടെ ഗസയിൽ വീണ്ടും വെടിനിർത്തൽ ആവശ്യപ്പെട്ട UN. റഷ്യയിലെ കർസ്കിൽ യുക്രൈൻ സേന പിടിച്ചെടുത്ത 100 ഗ്രാമങ്ങളിൽ 10 റഷ്യ തിരിച്ചുപിടിച്ചു. റഷ്യൻ മണ്ണിൽ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ അമേരിക്കൻ ബ്രിട്ടനും അനുമതി നൽകിയെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. വളരെ അപകടം പിടിച്ചൊരു സ്ഥിതിയാണ്. PP ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ് SKN. ജെയിംസ്, ഈ വാർത്തയൊക്കെ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ്. പറയും. SKN, 2 യുദ്ധങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഈ 24 മണിക്കൂറിനുള്ളിൽ 40 പേർ കൂടി കൊല്ലപ്പെട്ടു. മരണസംഖ്യ 41,120 വർദ്ധിച്ചിരിക്കുന്നു. ഓരോ മരണവും ഓരോ ജീവിതമാണ്. എന്തായാലും വിഷമകരമായ വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. എന്നാൽ ഇതാ ഒരുപക്ഷെ നോക്കൂത്തിയായി മാറിയ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വീണ്ടും വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിനോടും ഹമാസിനോടും. പക്ഷേ അത് കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല. എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ നടത്തിയിട്ടും യാതൊരു തരത്തിലും ഒരു തീരുമാനവും ഉണ്ടാകാത്ത തരത്തിൽ 2 യുദ്ധങ്ങൾ മുന്നോട്ട് പോവുകയാണ് SKN. പ്രത്യേകിച്ച് ഗസയിലെ മധ്യ ഗസയിൽ, വടക്കൻ ഗസയിലൊക്കെ ഇസ്രായേലി ബോംബർ വിമാനങ്ങൾ തീ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ ആക്രമണം നടത്തുന്നു. ഒളിപ്പോരുമായിട്ട് ഹമാസ് തുരങ്കങ്ങളിൽ നിന്ന് ഇസ്രായേൽ ടാങ്കുകളെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഈ തരത്തിലാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരുപക്ഷെ ഇസ്രായേലിനേക്കാൾ കൂടുതൽ വാർത്തകൾ വരുന്നത് ഇപ്പോൾ ഉക്രൈനിൽ നിന്നാണ്. 2.5 വർഷം പിന്നിട്ട യുദ്ധത്തിൽ റഷ്യയുടെ മണ്ണിലേക്ക് ഇരച്ചു കയറിയിരുന്നു. ഒരു മാസം മുമ്പ് ഉക്രൈൻ സേന അവർ പടിപടിയായി 1300 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചടക്കിയിരുന്നു. ഈ ഒരു മാസം പിന്നിട്ടിട്ടും അത് തിരിച്ചു പിടിക്കാൻ ഇതുവരെ റഷ്യക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ റഷ്യ ഈ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒഫൻസീവിലേക്ക്, ആക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ ആദ്യം തന്നെ 10 ഗ്രാമങ്ങൾ തിരിച്ചു പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. സ്വന്തം മണ്ണിൽ കയറിയിട്ട് ലോകത്തിലെ 2ാമത്തെ സൈനിക ശക്തിക്ക് തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം വലിയ രീതിയിൽ 10,000 ഉക്രൈൻ സേന, 1000 ടാങ്കുകളുടെ ബലത്തിലാണ് അവർ മുന്നേറിയത്. ഇതിപ്പോൾ റഷ്യ അടിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് റഷ്യയുടെ കർസ്ക് മേഖലയിലാണ് ഈ നുഴഞ്ഞുകയറ്റം ഉക്രൈൻ സേന നടത്തിയത്. ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചൊരു നുഴഞ്ഞുകയറ്റമായിരുന്നു. വ്ളാഡിമിർ സെലൻസ്കി തന്നെ പറഞ്ഞു, ഞങ്ങളിതാ റഷ്യൻ മണ്ണിലേക്ക് കയറിയിരിക്കുന്നു. പേടിച്ചിട്ടാണ് കയറാതിരുന്നത്. യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പുടിൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ആണവായുധ പ്രയോഗം നടത്തുമെന്ന്. എന്തായാലും SKN, ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്കയുടെ ദീർഘദൂര മിസൈലായിട്ടുള്ള അറ്റക്കാംസ്, അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ സ്റ്റോം ഷാഡോ, ഇത് 2ഉം ദീർഘദൂര മിസൈലുകളാണ്. അത് പ്രയോഗിക്കാൻ അമേരിക്കയും ബ്രിട്ടനും അനുമതി നൽകിയെന്ന് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. അവർ നിഷേധിച്ചിട്ടില്ല. അങ്ങനെ പ്രയോഗിച്ചാൽ ഇപ്പോൾ പുടിൻ്റെ വാക്കുകൾ കടുത്തിട്ടുണ്ട്. ആണവായുധമടക്കമുള്ള വളരെ ശക്തമായിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. നാറ്റോയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വരും എന്ന രീതിയിൽ പുടിൻ ഈ മണിക്കൂറുകളിൽ കർശനമായ താക്കീത് നൽകിയിരിക്കുന്നത്. SKN പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. അപകടകരമായ അവസ്ഥയിലേക്കാണ് ഉക്രൈൻ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുടിൻ അളമുട്ടിയാൽ ചേരിയും കടിക്കുന്നൊക്കെ പറഞ്ഞോണം. പുടിൻ ചേരിയുമല്ല, രാജവെമ്പാലയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കില്ല പുടിൻ. ഇതൊരു ലോക മഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. SKN. PP ജെയിംസ്, യഥാർത്ഥത്തിൽ ഒരു സ്വകാര്യ കമ്പനിയുടെ ആദ്യ ബഹിരാകാശ നടത്തം വലിയ റെക്കോർഡ് ഇട്ടു എന്ന് പറയും. ഇലോൺ മസ്കിൻ്റെ കമ്പനി ബഹിരാകാശത്ത് നടന്ന് റെക്കോർഡ് ഇട്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. SKN, ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് നടന്നിട്ട ഒരു സ്വകാര്യ കമ്പനിയുടെ വലിയ ചരിത്ര നേട്ടമാണത്. ഇലോൺ മസ്കിൻ്റെ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്കിൻ്റെ കമ്പനി സ്പേസ് എക്സ് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ആൾക്കാരെ കൊണ്ടുപോകാൻ സ്വപ്നം കാണുന്ന കമ്പനിയാണ്. അതിൽ സ്പേസ് എക്സിൻ്റെ റോക്കറ്റ് പരീക്ഷണമൊക്കെ വളരെ ചരിത്ര പ്രസിദ്ധമാണ്. പലതവണ പരാജയപ്പെട്ടു, പിന്നെ വിജയിച്ചു. അത് ഓരോ ഘട്ടത്തിലും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ബഹിരാകാശത്ത് എന്ന് തിരിച്ചു വരാൻ പറ്റാതെ മാസങ്ങളായി കുടുങ്ങിക്കിടപ്പാണ്. 8 ദിവസത്തേക്ക് വേണ്ടി പോയതാണ്. ഇനി 8 മാസം കഴിയുമെന്ന് പറയുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നതും ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ വാഹനത്തിലാണ്, ഫാൽക്കൺ റോക്കറ്റുകൾ. ഇത്തവണയും ഫാൽക്കൺ റോക്കറ്റിലാണ് 4 പേര് ബഹിരാകാശത്തേക്ക് പോയത്. സാധാരണ ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 100-120 കിലോമീറ്റർ മുകളിലേക്ക് പോകുന്നതാണ്. ഇത് 700 കിലോമീറ്ററാണ് ഉയരത്തിലേക്ക് പോയിരിക്കുന്നത്. മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയതിനു ശേഷം ഇത്രയും ദൂരം പോകുന്നത് ആദ്യമാണെന്ന് അവകാശപ്പെടുന്നു. എന്തായാലും 700 കിലോമീറ്റർ ദൂരത്തിലെത്തി ആദ്യമായിട്ടാണ് ഒരു സ്വകാര്യ കമ്പനി ബഹിരാകാശത്ത് നടത്തുന്നത്. ശതകോടീശ്വരനായിട്ടുള്ള ഐസക് മാനും അതുപോലെ തന്നെ സാറയും
അവർ രണ്ടുപേരാണ് ബഹിരാകാശത്ത് നടന്നത്. ഒപ്പം തന്നെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന കാര്യം, മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യം, അനിൽ മേനോൻ എന്ന മലയാളിയുടെ ഭാര്യ അന്ന മേനോൻ ഈ സംഘത്തിൽ 4 പേർ എന്ന സംഘത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അനിൽ മേനോൻ US വ്യോമസേനയിൽ ലഫ്റ്റനന്റ് കേണലാണ്. ഒപ്പം തന്നെ സ്പേസ് എക്സിൻ്റെ മെഡിക്കൽ ഡയറക്ടറാണ്. അവിടെ തന്നെയാണ് അന്ന മേനോനും സ്പേസ് എക്സിൽ വർക്ക് ചെയ്യുന്നത്. അന്ന മേനോൻ അടക്കം 4 പേരാണ് ഇതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്ര നേട്ടത്തിൽ ഒരു മലയാളിയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മരുമകൾ കൂടി പങ്കാളിയായിരിക്കുന്നു. ആ തരത്തിലുള്ളൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം സ്പേസ് എക്സിന് വലിയ നേട്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള മുന്നോട്ട് പോക്കിനെ സഹായിക്കും. SK